നമസ്കാരം, എല്ലാവർക്കും ഷേർലീസ് മൈക്രോ കിച്ചണിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് ഒരു 4 മണിക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഈസി സ്നാക്കാണ്. അതും നമ്മുടെ അടുക്കളയിൽ പെട്ടെന്ന് അവൈലബിൾ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ്. ബ്രെഡും മുട്ടയുമാണ് നമ്മുടെ പ്രധാന താരങ്ങൾ. പെട്ടെന്ന് തന്നെ ആരെങ്കിലും ഗസ്റ്റ് വന്നാലോ ഈവൻ നമുക്ക് തന്നെ ഒരു സ്നാക്ക് ഇന്ന് ഉണ്ടാക്കണമെന്ന് വെച്ചാൽ ഒട്ടും മടിക്കേണ്ട, ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നമുക്ക് സ്നാക്ക് പ്രിപ്പറേഷനിലേക്ക് കിടക്കാം. അതിനു മുമ്പ് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടാണ് എനിക്ക് ആവശ്യം. ഇത് കാണുന്ന എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യണം. തീർച്ചയായിട്ടും നിങ്ങൾ അവിടെ ഒരു ബെൽ ഐക്കൺ ഉണ്ട്, അതൊന്ന് എനേബിൾ ചെയ്യാനും മറക്കരുത്. എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ നമുക്ക് സ്നാക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. നമ്മുടെ ഈ സ്നാക്കിനെ നമുക്ക് ഈസി മുട്ട പപ്സ് എന്നോ ഈസി ബ്രെഡ് സ്നാക്ക് എന്നോ എന്ത് വേണമെങ്കിലും വിളിക്കാം. ഞാനിവിടെ ഒരു 3 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. അത് ഞാനൊന്ന് വെള്ളത്തിലിട്ടിട്ടൊന്ന് ബോയിൽ ചെയ്തെടുക്കാൻ പോവുകയാണ്. നമ്മുടെ ബ്രെഡ് സ്നാക്സിന് വേണ്ട ഫില്ലിങ്ങിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ആണ് ഞാനിവിടെ എടുത്തു വച്ചേക്കുന്നത്. അതായത് 2 മീഡിയം സൈസിലുള്ള ഒരു സവാള, ഒരു പച്ചമുളക്, ഒരു മീഡിയം സൈസിലുള്ളൊരു ടൊമാറ്റോ, 2 വെളുത്തുള്ളി, ഒരു 1/2 ഇഞ്ചിൽ താഴെ മാത്രം ഉള്ള ഒരു ഇഞ്ചി കഷ്ണം. നമ്മൾ ബോയിൽ ചെയ്യാൻ വെച്ചിരുന്ന മുട്ട റെഡി ആയിട്ടുണ്ട്. ഞാൻ അതിനെ ഒന്ന് 2ആയിട്ട് മുറിച്ച് ഇവിടെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ബ്രെഡാണ് ആവശ്യം. ഇവിടെ ഞാനൊരു 6 പീസ് ബ്രെഡാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ബ്രെഡ് വൈറ്റോ ബ്രൗണോ ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇവിടെ എൻ്റെ കയ്യിൽ ബ്രൗൺ ബ്രെഡായിരുന്നു അവൈലബിൾ ആയിട്ടുള്ളത്, അതുകൊണ്ടാണ് ഞാനിവിടെ ബ്രൗൺ ബ്രെഡ് എടുത്തത്. ഈ സ്നാക്കിന് നമ്മൾ ബ്രെഡ് യൂസ് ചെയ്യുമ്പോൾ ചെറിയ വലിപ്പമുള്ള ബ്രെഡ് എടുക്കരുത്. നമ്മളുടെ നോർമൽ വലിപ്പമുള്ള ബ്രെഡുകളിൽ ഉണ്ടല്ലോ, അത് മാത്രമേ യൂസ് ചെയ്യാവൂ. അല്ലെങ്കിൽ നമ്മുടെ ആ മുട്ട നമുക്ക് കവർ ചെയ്തെടുക്കാൻ പാടാണ്. അതുകൊണ്ടാണ് നമ്മൾ വലിയ വലിപ്പമുള്ള ബ്രെഡ് യൂസ് ചെയ്യണമെന്ന് പറയുന്നത്. ഇനി നമ്മൾ ഈ ബ്രെഡിൻ്റെ 4 സൈഡും ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ നമ്മളൊരു കത്രിക ഉപയോഗിച്ച് അതിൻ്റെ 4 സൈഡും ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്യണം. ഒരുപാട് കട്ട് ചെയ്യേണ്ട. സൈഡ് ആ ബ്രൗൺ കളറിലുള്ള ഭാഗമൊക്കെ നമ്മളൊന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. നമ്മുടെ കയ്യിലുള്ള ബാക്കി ബ്രെഡിൻ്റെ സൈഡ് നമുക്ക് ഇതുപോലെ സൈഡെല്ലാം നല്ലതുപോലെ വൃത്തിയായി കട്ട് ചെയ്തിട്ട് നമുക്കൊന്ന് മാറ്റി വെക്കാം. ഇത് നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയ ബ്രെഡിൻ്റെ സൈഡ് ഭാഗങ്ങളാണ്. ഇത് നമ്മൾക്ക് കളയണ്ട, ഇത് നമുക്ക് പൊടിച്ചെടുക്കാം. ഇത് നമ്മൾ പൊടിച്ചെടുത്ത ബ്രെഡ് ക്രംസ് ആണ്. ഇത് നമുക്ക് അങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഉള്ളിയൊക്കെ ഒന്ന് വഴറ്റിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ എടുത്ത് വെച്ചിട്ട് ഒന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ അതിലേക്കൊരു 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയോ ഏതെങ്കിലും ഓയിലോ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ വെളുത്തുള്ളി ചേർത്തിട്ട് ഒന്ന് നല്ലതുപോലെ വഴറ്റിയെടുക്കാം. ഒന്ന് പച്ചമണം മാറണം. അതിനുശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കൂടെ നമ്മുടെ പച്ചമുളക് നമുക്ക് ചേർക്കാം. അതിനുശേഷം നമ്മളിത് നല്ലതുപോലെ ഒന്ന് വഴറ്റണം. ഉള്ളിയൊക്കെ ഒന്ന് വഴന്ന് വരുമ്പോഴേക്ക് നമുക്കതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പാണ് ഞാനിപ്പോൾ ചേർക്കുന്നത്. ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് പിന്നീട് ഉപ്പ് ചേർക്കാം. കൂടിപ്പോയാൽ പിന്നെ ഒരു രക്ഷയില്ല. അതുകൊണ്ടാണ് നമ്മുടെ ഉള്ളിയൊക്കെ ഒരു ഏകദേശം വഴന്ന് കഴിഞ്ഞു. നിങ്ങൾക്ക് കാണാം ഒരു ചെറിയ ബ്രൗൺ കളറൊക്കെ വന്നു കഴിഞ്ഞു. നമ്മൾ അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയാണ് ഇട്ടത്. ഇനി നമ്മൾ വീണ്ടും ഒരു 1/4 ടീസ്പൂൺ പെപ്പർ പൗഡർ ചേർത്ത് കൊടുത്തു. ഇനി നമുക്കതിലേക്ക് വീണ്ടും ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. ഇനി നമ്മളിതിലേക്ക് ആഡ് ചെയ്യാൻ പോകുന്നത് മുളക് പൊടിയാണ്. മുളക് പൊടിയും ഒരു 1/4 ടീസ്പൂൺ മതിയാകും. അത് നിങ്ങളുടെ എരിവനുസരിച്ച് നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ചേർക്കാം, എന്നാലും ഇത്രയും മതിയാകും. ഇനി നമുക്ക് വീണ്ടും ഒന്ന് വഴറ്റാം. അതിനുശേഷം നമ്മളിതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിയാണ് ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. തക്കാളി ചേർത്തതിന് ശേഷം നമുക്ക് നല്ലതുപോലെ വഴറ്റാം. തക്കാളി നല്ലതുപോലെ വെന്ത് നമ്മുടെ ഉള്ളിയുടെ കൂടെ നല്ലൊരു പേസ്റ്റ് പോലെ ആകും. ഇപ്പം നിങ്ങൾക്ക് കാണാം നല്ലതുപോലെ വഴന്ന് വന്നിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് തണുക്കാൻ മാറ്റി വെക്കാം. ഇനി ഞാനൊരു പരന്ന പാത്രത്തിലേക്ക് നമ്മളുടെ വീട്ടിൽ യൂസ് ചെയ്യുന്ന സാദാ പച്ചവെള്ളം കുറച്ച് ഒഴിച്ചു കൊടുക്കുകയാണ്. അതിനുശേഷം നമ്മൾ സൈഡൊക്കെ കട്ട് ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന ഒരു ബ്രെഡ് എടുത്തിട്ട് ഒന്ന് മുക്കി, ഒരു സൈഡ് ഒന്ന് ജസ്റ്റ് മുക്കി, അടുത്ത സൈഡും ഒന്ന് മുക്കിയിട്ട് പെട്ടെന്ന് തന്നെ നമ്മൾ അതിങ്ങ് പൊക്കിയെടുക്കണം. എന്നിട്ട് കുറച്ച് എക്സസ് വാട്ടർ ഉള്ളത് നമ്മളിങ്ങനെ അങ്ങ് അതിലേക്ക് തന്നെ ഒഴിച്ചതിന് ശേഷം നമ്മുടെ കൈ വെള്ളയിൽ ഈ ബ്രെഡ് വെച്ചിട്ട് ഒന്ന് അമർത്തി കൊടുക്കണം. ഒന്ന് അമർത്തിയതിന് ശേഷം ഇനി നമുക്ക് മാറ്റി വെച്ചിരിക്കുന്ന നമ്മുടെ മസാല ഒരു സ്പൂൺ നമ്മുടെ ബ്രെഡിൻ്റെ സെൻറ്ററിലേക്ക് ഒന്ന് വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് നമുക്ക് പരത്തി കൊടുക്കാം. അതിനുശേഷം നമ്മൾ ബോയിൽ ചെയ്ത് മുറിച്ച് മാറ്റി വെച്ചിരിക്കുന്നതിൽ നിന്ന് ഒരു ഭാഗം എടുത്തിട്ട് നമുക്ക് ആ മസാലയുടെ നടുക്കോട്ടൊന്ന് വെച്ച് കൊടുക്കാം. അതിനുശേഷം നമുക്കിനി ഈ ബ്രെഡ് നമുക്ക് കവർ ചെയ്യണം. കവർ ചെയ്യാൻ വേണ്ടി കണ്ടില്ലേ, ഈ 4 വശത്തിൻ്റെ 2 വശം എഗ്ഗിൻ്റെ സെൻറ്ററിലേക്ക് ഇങ്ങനെ വെച്ച് കൈ കൊണ്ടൊന്ന് ഒട്ടിച്ചാൽ മതി. കാരണം ഓൾറെഡി വെള്ളമുള്ളത് കൊണ്ട് അത് നല്ലതുപോലെ ഒട്ടും.
ഈ ഭാഗവും ഇങ്ങനെ ഒട്ടിച്ചെടുത്തതിന് ശേഷം നമ്മുടെ ഈ 4 വശവും വീണ്ടും നമ്മൾ കൈ കൊണ്ടൊന്ന് അമർത്തി ഒട്ടിക്കണം. അഥവാ തുറന്നാൽ ഒന്നും കൂടി ഇങ്ങനെ വലിച്ച് അകത്തേക്ക് വെച്ച് ഒട്ടുമ്പോൾ അതങ്ങ് ഒട്ടിക്കോളും. കൈ കൊണ്ട് ഒട്ടുമ്പോൾ തന്നെ അഥവാ ഒട്ടിയില്ല എങ്കിലുള്ള പ്രശ്നമെന്ന് വെച്ചാൽ ഈ ഗ്യാപ്പിൽ കൂടെ എണ്ണ അകത്തേക്ക് കയറാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് നമ്മളിത് നല്ലതുപോലെ കൈ കൊണ്ട് അമർത്തി ഒട്ടിക്കണമെന്ന് പറയുന്നത്. അതിനുശേഷം നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ ബ്രെഡ് ക്രംസിലേക്ക് ഇട്ടിട്ട് ഒന്ന് നല്ലതുപോലെ കോട്ട് ചെയ്തെടുക്കാം. എല്ലാ ബ്രെഡും ഇതുപോലെ ഞാൻ ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തതിന് ശേഷം മാറ്റി വെച്ചിരിക്കുന്നതാണിത്. ഇനി നമ്മൾ ഇത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. നമുക്കിനി ഒരു പാനിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഏത് എണ്ണ യൂസ് ചെയ്താലും കുഴപ്പമില്ല. നമ്മുടെ കയ്യിൽ ഏതാണോ അവൈലബിൾ ആയിട്ടുള്ളത് അത് തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പ്രശ്നമില്ല. ഫ്രൈ ചെയ്തെടുക്കാം നമ്മുടെ ബ്രെഡ്. എപ്പോഴും ശ്രദ്ധിക്കണം, നമ്മുടെ ഓയിൽ മീഡിയം ഹീറ്റിൽ മാത്രമേ നമ്മൾ ചൂടാക്കി എടുക്കാവൂ. ഹൈ ഹീറ്റിലിട്ട് ചൂടാക്കിയിട്ട് നമ്മൾ ഫ്ലെയിം കുറച്ചാലും നമ്മുടെ ബ്രെഡ് അങ്ങ് കരിഞ്ഞു പോകും. അതുകൊണ്ട് മീഡിയത്തിൽ കുറച്ച് സമയം എടുത്ത് എണ്ണ ചൂടായതിന് ശേഷം മാത്രമേ നമ്മൾ ഫ്രൈ ചെയ്യാവൂ. ഒരു സൈഡ് നന്നായിട്ടൊന്ന് മൊരിഞ്ഞു വരുമ്പോൾ നമുക്കത് തിരിച്ചിടാം. പൊട്ടുകയൊന്നുമില്ല, നല്ല ഭംഗിയാണ്. പെട്ടെന്ന് തന്നെ നമുക്ക് വീട്ടിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റും. ആരും അറിയുക കൂടിയില്ല ഇത് ബ്രെഡാണെന്ന്. അത്ര ടേസ്റ്റി ആയിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും. നിങ്ങൾക്കിനി വെജിറ്റേറിയൻസ് ആണെങ്കിൽ എഗ്ഗ് വെക്കാൻ താല്പര്യമില്ലെങ്കിൽ പകരം ഈ ഉള്ളിയുടെ ഫില്ലിങ്സ് മാത്രം വെച്ചാൽ മതി. അതല്ല പൊട്ടറ്റോയും കൂടെ ആഡ് ചെയ്തിട്ട് വേണമെങ്കിൽ നമുക്ക് അതും ഫില്ല് ചെയ്യാം വെജിറ്റേറിയൻസിന് വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ ബ്രെഡ് പപ്സ് ഏകദേശം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടമായി കാണുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നിങ്ങളെല്ലാവരും വീട്ടിലിത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഉറപ്പായിട്ടും കമൻറ്റ് ബോക്സിൽ വന്നിട്ട് ഞാനിതുണ്ടാക്കി എനിക്കിഷ്ടപ്പെട്ടു എന്ന് നിങ്ങൾ എന്നോട് പറയണം. അതാണ് എൻ്റെ ഏറ്റവും വലിയ സന്തോഷം. ഇനി മറ്റൊരു ഡിഷുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ ഫ്രം ഷേർലീസ് മൈക്രോ കിച്ചൻ.